എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ്, പിസ്സ സോസ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൂന്നും ഏകദേശം ഒരേ മെത്തേഡാണ്, ചില ഇൻഗ്രീഡിയൻസിൽ മാത്രം മാറ്റമുള്ളൂ. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളും തവിയും ജ്യൂസറും സ്ട്രെയിനറും എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് കൊണ്ടാണ്. 600 ഗ്രാം തക്കാളിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 പിഞ്ച് പൂവ് പൊടിച്ചതും 1 പിഞ്ച് പട്ട പൊടിച്ചതും 4 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും പിന്നെ 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനിഗറും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആപ്പിൾ സിഡാർ വിനിഗർ ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തിരിക്കുകയാണ്. പിന്നെ പിസ്സ സോസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറഗാനോയും ബേസിലും ഓരോ ടീസ്പൂൺ വേണം. പാത്രമൊക്കെ നന്നായിട്ട് ഒരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാം. ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കാം. ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഇടയ്ക്കിളക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഒരു ജ്യൂസറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ലാസ്റ്റ് അരിച്ചെടുത്ത് കഴിയുമ്പോൾ സ്ട്രെയിനറിൻ്റെ ബാക്കിൽ പൾപ്പ് കാണും. അത് സ്പൂൺ വെച്ചിട്ട് വടിച്ചെടുക്കുക. ഈ പൾപ്പൊന്ന് കുറുക്കിയെടുക്കണം. പൂ പൊടിച്ചതും കുരുമുളക് പൊടിയും പട്ട പൊടിച്ചതും ചേർത്ത് കൊടുത്തു. പിസ്സ സോസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സമയത്താണ് ബേസിലും ഒറഗാനോയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. കെച്ചപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. നമ്മുടെ ഡയറ്റിലേക്ക് പഞ്ചസാര പാടില്ല, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാകത്തിന് കെച്ചപ്പ് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിലിൽ ഒട്ടും വെള്ളം പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 1 മാസം വരെ കേടുകൂടാതെ ഞാനിങ്ങനെ സൂക്ഷിക്കാറുണ്ട്. പിസ്സയുടെ റെസിപ്പി കണ്ടപ്പോൾ ചിലർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കുക എന്ന്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.